കൗണ്ടിങ് കാർസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇഗ്നിസ് ആണ്. ഇഗ്നിസ് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് ഇഗ്നിസ് എവിടെയാണ്. പക്ഷേ ഇഗ്നിസ് നമുക്ക് നല്ലത് കിട്ടാറില്ല. അതിൻ്റെ പേരിലാണ് ഇഗ്നിസ് നമുക്ക് എത്തിക്കാൻ പറ്റാത്തത്. പക്ഷേ ഇന്ന് എത്തിച്ചേക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ 2022 മോഡൽ ഇഗ്നിസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആൽഫ ഫുൾ ഓപ്ഷനിൽ വന്നേക്കുന്ന വാഹനമാണ്. എല്ലാവിധ ഫീച്ചേഴ്സും വാഹനത്തിനകത്തുണ്ട്. അത് കൂടാതെ തന്നെ അടുത്ത ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 8000 ചില്ലാൻ കിലോമീറ്റർ മാത്രം ഓടിയേക്കണ സിംഗിൾ ഓണർ വാഹനമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇഗ്നിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിലേക്ക് പോയേക്കാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. 2022 മോഡല് ഇഗ്നിസ് നിങ്ങൾക്ക് തന്നതിനുണ്ടാവും. ആ ഒരു ഇഗ്നിസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിൻ്റെ എവിടെ നോക്കിയാലും ഇപ്പോൾ ഷോറൂമിൽ കിടക്കുന്ന വാഹനം എന്ന് വിചാരിക്കാം. അതാണ് അടുത്തൊരു എടുത്തു പറയേണ്ട കുറച്ച് കാര്യം. കേട്ടോ, ഒരു പൊടിക്ക് പോലും ഒരു പഴമ തോന്നിക്കുന്നില്ല. എന്നാൽ ചെറിയ പൊടിക്ക് സ്ക്രാച്ചൊക്കെ ഉണ്ട്. അതൊക്കെ എവിടേക്കാണ് ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ വാഹനം 2022 മോഡലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ വിശ്വസിച്ചേ പറ്റൂ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും വാഹനം കൊടുത്തേ എന്നൊക്കെ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. അതിപ്പോൾ നമുക്ക് ഓണറായിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അതിൻ്റെ പേരിലാണ് നമുക്കിപ്പോൾ ഇവിടുന്ന് ഡിസിഷനൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഇഗ്നിസ് നമുക്ക് ഫുള്ള് കണ്ടേക്കാം. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് അതുപോലെ എഞ്ചിൻ ഭാഗം എല്ലാം വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. വാഹനം കിടക്കുന്ന ലുക്ക് നോക്കാം. എന്താ പുത്തൻ വാഹനം എങ്ങനെയാണ് കിടക്കുന്നത് ആ സെറ്റപ്പിൽ തന്നെയാണ് ഈ ഇഗ്നിസ് കിടക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് പോയേക്കാം. നല്ല വൃത്തി തന്നെ കിടക്കുന്ന ടോപ്പ് വ്യൂ ആണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമുക്കിനി വീലാർസിലേക്കും ടയർ കണ്ടീഷനിലേക്കും പോയേക്കാം. നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന വീലാർസും കൂടെ കാണാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ നിൽക്കുന്ന അലോയ്സും കൂടെ കാണാം. സൈഡിൽ നമുക്ക് ഇവിടെ ചെറിയ ഇൻസേർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ലിഡൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്ക് കൂടെ കാണാം. ഗ്ലാസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഗ്ലാസ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സും കൂടെ കാണാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സ് ആയാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് കൂടെ കാണാം. അതേപോലെ തന്നെ നമുക്കിനി 2 ഡോർസിലേക്ക് വരാം. 2 ഡോറായാലും പൊട്ടിക്ക് പോലും സ്ക്രാച്ച് കിട്ടുന്നില്ല. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡോർസ് കാണാൻ പറ്റും. ഇവിടെ ഇൻറ്റഗ്രേറ്റഡ് നിൽക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് നിൽക്കുന്നുണ്ട്. അതേപോലെ റൂഫ് റെയിൽസ് പോകുന്നുണ്ട്. സൈഡ് പോർഷൻ നോക്കാം. സൈഡ് പോർഷൻ ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സൈഡ് പോർഷൻ നമുക്ക് കൂടെ കാണാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിനി ഇവിടെ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു സ്പോയിലർ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് ഡീഫോക്കസ് വരുന്നുണ്ട്. റിയർ വൈപ്പർ വരുന്നുണ്ട്. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് കൂടെ കാണാൻ പറ്റും. അതുപോലെ ബമ്പേഴ്സിലേക്ക് വരാം. ഇവിടെ നമുക്ക് റിവേഴ്സ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല നീറ്റായിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ ഇവിടെ വീലാർസിലേക്ക് പോകാം. ഈ വീലാർസ് ചെറിയ സ്ക്രാച്ച് കിട്ടുന്നുണ്ട്. കേട്ടോ, പക്ഷേ ബോഡിയിലേക്ക് സ്ക്രാച്ച് കയറിയിട്ടില്ല. ടയേഴ്സ് ഓക്കെയാണ്. അലോയ്സും ഓക്കെയാണ്. 2 സൈഡ് ഡോർസ് നോക്കിയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സൈഡ് ഡോർസ് നമുക്ക് കൂടെ കാണാൻ പറ്റും. കീലെസ് എൻട്രി വരുന്നുണ്ട്. നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഇവിടെ 4 പവർ വിൻഡോസും ഓറിയം കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം ഒന്ന് വിശദമായിട്ട് നോക്കാം. വേണ്ട, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് നമുക്ക് കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ നമുക്കിനി എയർ ബാഗ് നോക്കാം. എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. മിഡിലിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിനി ഇവിടെ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാൻ പറ്റും. പിന്നെ ചെറിയൊരു മാനുവൽ ഗിയർ നോബ് കിട്ടുന്നുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ വേറെ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 8100 കിലോമീറ്റർ മാത്രം വാഹനം ഓടിയിട്ടുള്ളൂ. അതൊരു അടുത്ത ഹൈലൈറ്റാണ്. ഡോർ പാഡ്സ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്ന കാണാൻ പറ്റും. സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കിട്ടുന്നുണ്ട്. റിയർ ഭാഗമായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന റിയർ സീറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. റൂഫായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫും കൂടെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ നമുക്കിവിടെ എടുത്ത് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ ചെക്ക് ചെയ്തേക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും നമുക്ക് സീറ്റ് ഡോർ പാഡ്സ് നോക്കാം. നീറ്റായിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇനി ഇവിടുത്തെ സീറ്റ്സ് നോക്കണമെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ് കാണാൻ പറ്റും. ന്യായമായിട്ടുള്ള ലെഗ് നമുക്ക് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ നോക്കാം. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗം. അപ്പോൾ എഞ്ചിൻ ഇന്ന് കൂടുതലായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. 2022 മോഡലാണ്. ഒരു രീതിയിലുള്ള പഴമയോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. കേട്ടോ, പേസ്റ്റിയൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. ക്യാമറ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് അഡ്ജസ്റ്റ് പോവാം. കേട്ടോ,
നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് കാണാൻ പറ്റും. ബാറ്ററി ആയാലും പവർഫുൾ ബാറ്ററിയാണത്. അതേപോലെ ലിഡിലേക്ക് പോയേക്കാം. ലിഡായാലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ലിഡ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ നിന്ന് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ബൂട്ടിലേക്ക് പോയേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഈ ലിഡ് നപ്പിയട്ടെ. അപ്പോൾ ഇതാണ് ബൂട്ട് സ്പേസ് വന്നേക്കണം. നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന ബൂട്ടാണ്. ഒരു രീതിയിലുള്ള ഒരു പഴമയോ കാര്യങ്ങളോ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു പൊടിയോ അഴുക്കോ കാര്യങ്ങളൊന്നും നമുക്ക് ബൂട്ടിൽ കിട്ടുന്നില്ല. അതേപോലെ നമുക്കിനി എഡ്ജസിലേക്ക് നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇങ്ങനെ എഡ്ജസ് നമുക്കൂടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ലിഡിലേക്ക് പോയേക്കാം. ഈ ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി നമുക്ക് ടയറിലും കൊണ്ട് നോക്കിക്കാം. സ്പെയർ വീല് റോഡ് തൊടാത്ത സ്പെയർ വീൽ നമുക്ക് കാണാം. അതേപോലെ ടൂൾസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. സ്പെയർ വീൽ റൂമായാലും നല്ല വൃത്തിയിൽ തന്നെ നീറ്റായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഇഗ്നിസ് ഒട്ടുമിക്ക ആൾക്കാരുടെ പ്രിയപ്പെട്ട വാഹനമാണ്. കാരണം ഇത് നമുക്ക് കാണുമ്പോൾ നമുക്ക് പഴയ റിറ്റ്സിൻ്റെ ചെറിയൊരു രൂപസാദൃശ്യമൊക്കെ നമുക്ക് ഈ വാഹനത്തിൽ വന്നേക്കാം. അതുകൊണ്ട് തന്നെ വാഹനം ഇപ്പോൾ നിലവിൽ ഒരുപാട് ആൾക്കാർ ഇറങ്ങുമ്പോൾ അത്ര ഡിമാൻഡ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എടുക്കുന്ന വാഹനം കൂടിയാണ് ഇഗ്നിസ്. അപ്പോൾ ഇതിൻ്റെ റേറ്റിലേക്ക് കടക്കാനാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും 35,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വരെയുള്ള വാഹനങ്ങളുടെ വീഡിയോസ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഇഗ്നിസിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7,10,000 രൂപയാണ്. 7.10 lakhs നെഗോഷ്യബിൾ പ്രൈസ് ആയിരിക്കും. വീഡിയോ എന്താ ഡിസ്ക്രിപ്ഷനിൽ ഷോറൂം നമ്പർ കൊടുക്കുന്നുണ്ട്. വാഹനം കിടക്കുന്നത് ആലുവയിലാണ്. എറണാകുളം ജില്ലയിലെ ആലുവയിൽ ഓസ്കാർ ഷോറൂമിലാണ് വാഹനം കിടക്കുന്നത്. അല്ലെങ്കിൽ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. ഇങ്ങനത്തെ വാഹനം മാത്രമല്ല, ഒട്ടനവധി വാഹനങ്ങളുണ്ട്. എല്ലാ വാഹനവും നിങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. വീഡിയോ കണ്ട സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.